പാകിസ്ഥാനികളെപ്പോലെ തന്നെ ബംഗ്ലാദേശികളെക്കുറിച്ചും നമുക്ക് കുറെ മുൻവിധികളാണുള്ളത്. എന്നാൽ ഈ കുടുംബത്തെ പരിചയപ്പെടുക. ഇവരിൽ 15 പേരാണ് ഖുർആൻ മനഃപ്പാഠമാക്കി ഗൾഫിലെ വിവിധ പള്ളികളിൽ ഇമാമുമാരായി സേവനമനുഷ്ഠിക്കുന്നത്. ഇതേ കുടുംബത്തിലെ പുത്തൻ തലമുറയിലെ പലരും ഖുർആൻ പഠനത്തിന്റെ പാതയിലുമാണ്. വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ മനുഷ്യകുലത്തിന് വഴികാട്ടാൻ അവതീർണമായ വേദഗ്രന്ഥം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ മാലാഖ എത്തിച്ചു നൽകിയ ആ ദിവ്യ വെളിപാടുകൾ മനഃപ്പാഠമാക്കുന്നതിനൊപ്പം കല്ലിലും മരത്തിലും കൊത്തിവെച്ച് സൂക്ഷിച്ചിരുന്നു പ്രവാചകന്റെ അനുചരന്മാർ. ഖുർആന്റെ 114 അധ്യായങ്ങളും മനഃപ്പാഠമാക്കാൻ സാധിച്ചവരുണ്ട്. അവരെ ഹാഫിലുകൾ എന്നാണ് വിളിക്കുക. അങ്ങനെ 15 ഹാഫിലുകളുള്ള ഒരു ബംഗ്ലാദേശി കുടുംബത്തെ പരിചയപ്പെടാം. ഇത് ദേര ന്യൂ പോർട്ട് സയ്യിദ് മസ്ജിദിലെ ഇമാം മഹമ്മൂദുൽ ഹസൻ ഖാന്റെ വീട്. ഈ കുടുംബത്തിൽ പെൺകുട്ടികളടക്കം 15 പേർ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയവരാണ്. പകുതിയിലേറെ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുടുംബാംഗങ്ങൾ 22. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുകും വമാ ഗവാ. പാണ്ഡിത്യത്തിന്റെ സൂര്യതേജസ്സുള്ള ഈ അപൂർവ കുടുംബത്തിന്റെ ചരിത്രം അങ്ങ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. മുഹമ്മദ് വഹീദുല്ലാ ഖാൻ എന്ന പണ്ഡിതനിൽ നിന്ന്. मेरा मतलब दादा का इंतकाल पहले हो गया था, मेरा अबू दुनिया में आने से पहले. मेरा वालिद जो है ना अपना उधर चाचा चाची उनके साथ वो लोग पाला, उनको पाल के बड़ा किया. फिर थोड़ा बड़ा होने के बाद उनको मदरसा में डाल दिया ताकि जो उधर पढ़े, बस उधर रहे. फिर वो खुद से जो है ना मेहनत करके जो है ना अल्हम्दुलिल्लाह बड़ा आलिम बने. നന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥനായ മുഹമ്മദ് വഹീദുല്ലാ ഖാൻ പഠിച്ചു വളർന്ന് നാട്ടിലെ ഒരു മദ്രസ അധ്യാപകനായി. വിജ്ഞാനദാഹം വഹീദുല്ലാ ഖാനെ മധ്യവയസ്സിലും വിദ്യാർത്ഥിയാക്കി. പഠനം തുടരാൻ മദീനയിലേക്ക് പോയി. പഠിപ്പെല്ലാം പൂർത്തിയാക്കി വഹീദുല്ലാ ഖാൻ കുടുംബത്തോടൊപ്പം എത്തിയത് ദുബൈയിലെ പള്ളിയിൽ ഇമാമായാണ്. അതും ഒരു റമദാൻ കാലത്തായിരുന്നു. We came in Dubai around 1984, mid of 1984, before Ramadan sometime, like same season we are feeling now. Actually I was very small. I started my kindergarten from here, and I was going normal school, like kindergarten normal school. Till grade 7 I was going normal English school. Then my father suddenly said, okay, English school is enough. I'm going to give you like Arabic school. Like it's not like only Arabic school. It was like Arabic plus Islamic education together. It's called Mahad Dini. മുഹമ്മദ് വഹീദുല്ലാ ഖാൻ തന്റെ 4 ആൺമക്കളെയും ഖുർആൻ പഠിപ്പിച്ചു, ഹാഫിലുകളാക്കി, പണ്ഡിതന്മാരായി. ദുബൈയിലെയും റാസൽ ഖൈമയിലെയും മദീനയിലെയും പള്ളികളിൽ ഇമാമുമാരാണ് ഇന്ന് ആ 4 മക്കളും. ഇവരുടെ പുതുതലമുറയും പാണ്ഡിത്യത്തിന്റെ തെളിച്ചമുള്ള ആ വഴിയിൽ തന്നെയാണ്. ഖുർആനിലും ഇസ്ലാമിക വിഷയങ്ങളിലും മാത്രമല്ല, മറ്റു മേഖലയിലെയും ഉയർന്ന ബിരുദങ്ങൾ ഇവരുടെ പേരിനൊപ്പമുണ്ട്. അവരെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. I'm Khadija Mahmoud Al-Hassan Khan. I have completed memorizing my Holy Quran at the age of 13. I have graduated from Preston University, Ajman. My name is Muaz Mahmoud Hassan Khan. I am 19 years old. I'm studying in Skyline University, Sharjah. I have memorized the Holy Quran
at the age of 14. My name is Mohsin Mahmoud Al Hassan Khan. I'm 14 years old. I finished memorizing Quran this year. I'm planning to go, like after I graduate from school, I'm planning to be an engineer, inshallah. My name is Yahya Muhammad. I'm from Bangladesh. I am 17 years old. I finished memorizing the Holy Quran when I was 10 years old. It took me almost 6 years to complete it. I study in Maktoum Center for Memorization of the Holy Quran. I just finished my AS levels. I'm going to join university in September. കെമിക്കൽ എഞ്ചിനീയർ കൂടിയായ 23-കാരൻ മുഹമ്മദ് അൽ ഹസൻ ഇപ്പോൾ ദേര പോർട്ട് സയ്യിദ് ഈസ്റ്റ് മസ്ജിദിലെ ഇമാമും ഖത്തീബുമാണ്. Currently I'm giving khutbah Fridays in various masjids. ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഈ യുവാവ് ഖുർആന്റെ 20 അറബ് ഭാഷാഭേദങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക. ഖുർആൻ പാരായണ രംഗത്ത് പ്രശസ്തരായ പലരുടെയും ശബ്ദം അനുകരിക്കാനും മുഹമ്മദിന് കഴിയും. I'll be reciting the dialect of Khalaf and Hamza and imitating Sa'id al-Ghamidi. Rabbil Alameen Ar-Rahmanir Rahim Maliki Yawmiddin Iyyaka na'budu wa iyyaka nasta'in اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. The Quran can be read in 20 different ways because when the Quran was revealed at that time different people had different accents. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. ഖദീജയ്ക്ക് പുറമെ മറിയം, മർജാൻ എന്നീ പെൺകുട്ടികൾ കൂടി ഈ കുടുംബത്തിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഹുമൈറ, സുമയ്യ, മൈമൂന തുടങ്ങിയ പെൺകുട്ടികൾ കൂടി ഇപ്പോൾ പഠനത്തിലാണ്. വനിതകളായ പണ്ഡിതകൾ വളർന്നുവരേണ്ടതിനെക്കുറിച്ചും ഖദീജയ്ക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. I do feel that there are very few female scholars because these days women are studying more and more about Islam, the Holy Quran, and they're also memorizing it, but they don't have good teachers. പുതുതലമുറയിലെ 6 പേർ കൂടി ഖുർആൻ മനഃപ്പാടമാക്കുന്നതോടെ ഈ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുള്ള ഹാഫിദുകളുടെ എണ്ണം 21 ആകും. ഈ ശ്രേണി അവസാനിക്കുന്നില്ല. This is my son, he's 3 years old, and inshallah it's my dream that I want to make him a hafiz, a good scholar. ബംഗ്ലാദേശികളെല്ലാം പാമരന്മാരാണെന്ന മലയാളിയുടെ ധാരണകളെ കൂടി അട്ടിമറിക്കുകയാണ് തേജസുറ്റ ഈ കുടുംബം. മക്കളെയെല്ലാം ഖുർആൻ പഠനത്തിന്റെ പാതയിൽ വഴി നടത്തിയ തങ്ങളുടെ പിതാവ് മുഹമ്മദ് വഹീദുള്ള ഖാന്റെ ആത്മാവ് ധന്യമായിരിക്കാം. പണ്ഡിതരായ ഈ മക്കളുടെ മുഴുവൻ പ്രാർത്ഥനകളിലും ആ മഹാന്റെ ഓർമ്മകളുണ്ട്. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.